മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മള് കുന്തിയും മക്കളും അരക്കില്ലത്തിൽ നിന്ന് ഗുഹാമാർഗം വനത്തിലേക്ക് രക്ഷപ്പെട്ട കാര്യമാണ് സംസാരിച്ചത്. ആ കഥയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിനിടയ്ക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും ജീവിതത്തിൽ ഗാന്ധാരിക്ക് വയറിന് സുഖമില്ലാതെ കുറച്ചുനാൾ വൈദ്യന്മാരുടെ ചികിത്സയിലായിരുന്നു. ആ സമയത്ത് ധൃതരാഷ്ട്രരെ സേവിക്കാനായിട്ട് ഒരു വൈശ്യ സ്ത്രീ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവരിൽ ധൃതരാഷ്ട്രർക്കുണ്ടായ പുത്രനാണ് യുയുത്സു. ഞാനത് ഗാന്ധാരി എന്നുള്ള പേരിന് പകരം കുന്തി എന്നാണ് പറഞ്ഞു പോയത്. അത് ക്ഷമിക്കുക, അങ്ങനെ ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. അടുത്തത് നമ്മള് കുന്തിയും മക്കളും വനത്തിലൂടെ സഞ്ചരിക്കുന്നു. അപ്പൊ ഒന്നാമത് അരക്കില്ലത്തിന് തീ പിടിച്ചപ്പോഴാണ് ഗുഹയിലൂടെ അവര് സഞ്ചരിച്ചത്. ആ യാത്രാക്ഷീണം കൊണ്ട് കുന്തി വളരെ അവശയായിരുന്നു. ഭീമസേനൻ തൻ്റെ അമ്മയെ തോളിൽ എടുത്തുകൊണ്ട് വനത്തിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് സുന്ദരിയായ ഒരു രാക്ഷസി ഹിഡുംബി ഇത്രയും കഴിവും ശക്തിയുമുള്ള ഭീമസേനെ കണ്ടപ്പോൾ ഹിഡുംബിക്ക് ഭീമനോട് പ്രണയം തോന്നി. അദ്ദേഹത്തോട് തന്നെ സ്വീകരിക്കണമെന്ന് ഹിഡുംബി ആവശ്യപ്പെട്ടു. എന്നാൽ ഭീമസേനൻ സമ്മതിച്ചില്ല. തൻ്റെ അമ്മയുടെ അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹിഡുംബി കുന്തിദേവിയോട് അപേക്ഷിച്ചു. കുന്തിദേവി സമ്മതിച്ചു. അങ്ങനെ അവര് വനത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ഹിഡുംബിയെ ഭീമൻ വിവാഹം കഴിച്ച് അവര് ഒരുമിച്ച് പാർക്കുന്നു. അങ്ങനെ അതിൽ ഭീമനുണ്ടായ മകനാണ് വീരനായ ഘടോൽക്കജൻ. അവിടെ വസിച്ചതിന് ശേഷം വീണ്ടും അവര് യാത്ര തുടർന്നു. അങ്ങനെ യാത്ര തുടർന്ന സമയത്ത് അവര് വേഷപ്രച്ഛന്നരായിട്ട് തന്നെയാണ് അപ്പോഴും കാഷായ വസ്ത്രം ധരിച്ച് ബ്രാഹ്മണ കുമാരന്മാരെ പോലെയാണ് അവര് സഞ്ചരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവര് സഞ്ചരിച്ച് ഏകചക്ര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. അവിടെ അവർ വസിക്കുന്നു. ഏകചക്രയിൽ വെച്ച് വ്യാസൻ അവരെ കാണുന്നു. തൻ്റെ മകന്റെ ഭാര്യയായ കുന്തിയെ ആശ്വസിപ്പിക്കുന്നു. അവിടെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു കൊടുത്തിട്ട് അദ്ദേഹം പോകുന്നു. അങ്ങനെ ഏകചക്രയില് അവര് താമസിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ അയാളുടെ കുടുംബത്തോടൊപ്പം വളരെ ദുഃഖിതയായിരിക്കുന്നത് കുന്തിദേവി കണ്ടു. എന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ആ ബ്രാഹ്മണൻ ബകാസുരൻ എന്ന് പറയുന്ന രാക്ഷസനെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിന് ദിവസവും ഒരു വണ്ടി നിറയെ ഭക്ഷണവും ഒരാളും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലണം. അപ്പോ ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തരാണ് ഓരോ ദിവസം പോകുന്നത്. ഈ പോകുന്നവര് തിരിച്ചു വരില്ല. അവരെയും കൂടി ബകാസുരൻ ഭക്ഷിക്കും. അന്നത്തെ ഊഴം ആ ബ്രാഹ്മണന്റെ വീട്ടിൽ നിന്ന് ബ്രാഹ്മണന്റെ മകന് ആണ് ഭക്ഷണവും കൊണ്ട് ബകാസുരന്റെ അടുത്തേക്ക് പോകേണ്ടത്. അപ്പൊ അങ്ങനെ ദുഃഖിതരായിരുന്ന ആ കുടുംബത്തെ കുന്തിദേവി ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി, നിങ്ങൾ ഭക്ഷണമൊക്കെ തയ്യാറാക്കി, നമുക്ക് ഒരാളിനെ അത് കൂട്ടിവിടാം എന്ന് പറഞ്ഞ് ഭീമസേനോട് ഈ ഭക്ഷണവുമായി ബകാസുരന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഭീമസേനൻ ഭക്ഷണവുമായി ബകാസുരന്റെ അടുത്തേക്ക് പോകുന്നു. ബകാസുരനുമായി മല്ലയുദ്ധം നടത്തി ബകാസുരനെ വധിച്ചിട്ട് ഭീമസേനൻ തിരിച്ചു വരുന്നു. അപ്പൊ ആ ഗ്രാമവാസികൾക്കൊക്കെ സന്തോഷമായി. എങ്കിലും ഇതാരും പുറത്തറിയരുത്, ഇങ്ങനെ സംഭവം നടന്നത് ഇപ്പൊ ആരും അറിയണ്ട, ആരോടും പറയണ്ട എന്ന് കുന്തി ആ ബ്രാഹ്മണനോട് ഉപദേശിച്ചു. അങ്ങനെ ആവട്ടെ എന്ന് അദ്ദേഹം സമ്മതിച്ചു. അവര് അപ്പൊ ഇങ്ങനെ ഭിക്ഷാന്തേഹികളായിട്ട് വീണ്ടും അവിടുന്ന് മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ വന്ന് ഇവരോട് പറഞ്ഞു, പാഞ്ചാല രാജാവിന്റെ മകളായ പാഞ്ചാലിക്ക് സ്വയംവരമാണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയെ വീട്ടിലിരുത്തിയിട്ട് ഇവരാണ് ഭിക്ഷാന്തേഹികളായിട്ട് സഞ്ചരിക്കുന്നത്.
അപ്പൊ ഇവര് കാഷായ വസ്ത്രത്തോടുകൂടി പാഞ്ചാല ദേശത്ത് ചെന്ന് അവിടെ സ്വയംവരം നടക്കുന്ന സന്ദർഭമാണ്. അവിടെ അപ്പോ ശ്രീകൃഷ്ണനുണ്ട്, ബലരാമനുണ്ട്. പാഞ്ചാലി വളരെ വലിയ ഭക്തയാണ്, ശ്രീകൃഷ്ണന്റെ ഏറ്റവും അടുത്ത ഭക്തയാണ് പാഞ്ചാലി. അപ്പൊ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ തൻ്റെ അച്ഛൻ പെങ്ങളുടെ മക്കളെ തിരിച്ചറിയുകയും ചെയ്തു. എന്നാലും അവര് ബ്രാഹ്മണന്മാരായിട്ട് അവിടെ നിൽക്കുകയും അവിടെ പല മത്സരങ്ങളും നടക്കുകയും ചെയ്തു. ആ മത്സരത്തില് ഒരു വൃക്ഷക്കൊമ്പിൽ ഇരിക്കുന്ന തത്ത അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ നിഴല് ഒരു താഴെ വച്ചിരിക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൽ അതിൻ്റെ നിഴല് കാണും. അത് നോക്കി ആ തത്തയുടെ കണ്ണിലേക്ക് അമ്പെയ്യണം. അപ്പോ ശസ്ത്രവിദ്യകളെല്ലാം വളരെ നൈപുണ്യത്തോടു കൂടി പഠിച്ച അർജുനനുണ്ട്, ഗദായുദ്ധത്തിൽ വീരനായ ഭീമനുണ്ട്. അപ്പൊ ഇവര് 5 പേരും അവിടെ ഉണ്ട്. അപ്പൊ ആ മത്സരത്തിൽ ആ തത്തയുടെ കണ്ണിലേക്ക് അമ്പെയ്യുന്ന എന്ന് പറഞ്ഞ ആ മത്സരത്തിൽ വിജയിച്ചത് അർജുനനായിരുന്നു. അങ്ങനെ പാഞ്ചാലി അർജുനന്റെ കഴുത്തിൽ ഭരണമാല്യം ചാർത്തി. അത് കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ഈ ഭാര്യയുമായി ഈ 5 സഹോദരങ്ങളും കുന്തിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ കുന്തി വീട്ടിനകത്ത് നിന്നുകൊണ്ട് ഇന്ന് കിട്ടിയ ഭിക്ഷ 5 പേരും ഒരുമിച്ച് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. അമ്മയുടെ വാക്കാണ്. ഇന്നത്തെ പോലെയല്ല, അന്ന് അമ്മമാരോ അല്ലെ അച്ഛന്മാരോ പറയുന്ന വാക്കിനാണ് ഏറ്റവും കൂടുതൽ വില. ശിരസ വഹിക്കുന്ന മക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഇവർ 5 പേരുടെയും ഭാര്യയായി പാഞ്ചാലി മാറി. അതിനുശേഷം പാഞ്ചാല രാജ്യത്തെ ഇവരെ 5 പേരെയും കുന്തി ദേവിയെയും എല്ലാം താമസിപ്പിച്ചു. അവിടെ ദുര്യോധനാദികളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ പാണ്ഡവർക്ക് പാഞ്ചാല രാജാവിന്റെ പിൻബലവും കൂടെ കിട്ടിയെന്ന് വിചാരിച്ച് ദുര്യോധനന്റെ അസൂയ അങ്ങ് മൂത്തു. ഭയങ്കര വൈരാഗ്യമായി അവരോട്. അവർക്ക് പിൻബലം കൂടി വരുന്നു എന്നുള്ള ഒരു വിശ്വാസവും കൂടെ ആയിപ്പോയി. അപ്പൊ അങ്ങനെ തിരിച്ച് അവര് കൊട്ടാരത്തിൽ വന്നു. ഹസ്തിനപുരത്തിൽ ദുര്യോധനാദികൾ എത്തി. പാഞ്ചാല ദേശത്ത് അവര് താമസിക്കുകയായിരുന്നു. അവിടെ വെച്ച് കുന്തിക്കും പുത്രന്മാർക്കും പലതരത്തിലുള്ള രത്നങ്ങളെല്ലാം വിതുരർ കൊണ്ടുവന്ന് കാഴ്ചവെച്ച് ജ്യേഷ്ഠത്തിയായ കുന്തിയെ പ്രണമിച്ചു. കുന്തിയും വിതുരരുമായി കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരമുണ്ടായി. വേദനാജനകമായ സംഭാഷണമാണ് ഉണ്ടായത്. ഇത് ഇവരുടെ തന്നെ കൗരവരുടെ തന്നെ പലതരത്തിലുള്ള ഹീനമായ പ്രവൃത്തികൾ കൊണ്ട് ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കേണ്ടി വന്നു എന്നുള്ളതായിരിക്കണം കുന്തിയുടെ പരിവേദനം. അപ്പൊ വിതുരർ പാണ്ഡവരെ കൂട്ടിക്കൊണ്ട് ഹസ്തിനപുരത്തിലെത്തി. അപ്പോ ധൃതരാഷ്ട്രർ പാണ്ഡുവിന്റെ മക്കൾക്കും കുന്തി ദേവിക്കും താമസിക്കാൻ ഖാണ്ഡവപ്രസ്ഥം, അതായത് ഇന്ദ്രപ്രസ്ഥം, അങ്ങനെ കുറച്ച് പകുതി രാജ്യം കൊടുക്കുകയും അവിടെ അവര് സുഖമായിട്ട് താമസിക്കുകയും ചെയ്തു. അങ്ങനെ അവരവിടെ താമസിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം നാരദർ അവരുടെ കൊട്ടാരത്തിലെത്തി. അപ്പൊ ഈ പാണ്ഡവർ തമ്മിൽ ഒരിക്കലും ഒരു വഴക്കോ ശണ്ടയോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നാരദർ അവരുടെ കൊട്ടാരത്തിൽ എത്തിയപ്പോഴത്തേക്ക് പാണ്ഡവരെല്ലാവരും യഥോചിത അദ്ദേഹത്തെ സ്വീകരിച്ചു. ദ്രൗപദി പെട്ടെന്ന് വന്നു. ദ്രൗപദി അദ്ദേഹത്തെ വണങ്ങി അദ്ദേഹത്തിന് ആഹാരം പാനീയങ്ങളെല്ലാം കൊടുത്തു സൽക്കരിച്ചു. അങ്ങനെ സൽക്കരിച്ച് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ പാഞ്ചാലിയോട് അന്തപുരത്തിലേക്ക് മടങ്ങിപ്പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അതിനുശേഷം പാണ്ഡവരെ 5 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 5 പേർക്കും കൂടിയുള്ള ഭാര്യയാണ് പാഞ്ചാലി. അപ്പൊ നിങ്ങൾ പരസ്പരം ശണ്ഠയോ വഴക്കോ കലഹമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ ജീവിതത്തിന് ചില വ്യവസ്ഥകൾ ഉണ്ടാക്കണം. അപ്പോ പാണ്ഡവർ അദ്ദേഹത്തിന്റെ ഉപദേശം ശിരസാ വഹിച്ചു. എന്നിട്ട് അവര് അതിനൊരു നിയമവ്യവസ്ഥ ഉണ്ടാക്കി. പാഞ്ചാലി പാണ്ഡവരിൽ ഓരോരുത്തരുമായിട്ട് സഹവസിക്കുമ്പോൾ മറ്റുള്ളവർ ഒരു നിശ്ചിത സമയം
ഓരോരുത്തരുമായിട്ട് സഹവസിക്കും. ആ ഏകാന്തതയിൽ മറ്റുള്ളവരാരും പോകാൻ പാടില്ല. അഥവാ അങ്ങനെ പോയാൽ ആ പോകുന്ന ആൾ 12 വർഷം വനവാസം നയിക്കണം. ഇതായിരുന്നു വ്യവസ്ഥ. അവരെല്ലാവരും അത് അംഗീകരിച്ചു. ഓരോരുത്തരുടെ കൂടെയും ഓരോ നിശ്ചിത സമയം പാഞ്ചാലി കഴിയും. ആ സമയത്ത് മറ്റുള്ളവരെ അങ്ങോട്ട് പോകാൻ പാടില്ല. ആ ഏകാന്തതയെ തടസ്സപ്പെടുത്താൻ പാടില്ല. അഥവാ അങ്ങനെ തടസ്സപ്പെടുത്തിയാൽ അവരെ 12 വർഷം വനവാസത്തിന് പോകണം. ഇതായിരുന്നു നിയമം. അപ്പൊ അതനുസരിച്ച് അവരങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ ഓടിക്കൊണ്ട് വന്ന് അർജുനന് പാർത്ഥൻ എന്നും പേരുണ്ട്. അർജുനന് 10 പേരുണ്ട്. അത് ഞാൻ പിന്നാലെ പറഞ്ഞുതരാം. ഇപ്പൊ പാർത്ഥന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലയോ കുമാര, എന്റെ പശുക്കളെ എല്ലാം കൊള്ളക്കാർ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഞാൻ നികുതി കൊടുക്കുന്നവനാണ്. അപ്പൊ എന്റെ പശുക്കളെ കൊള്ളക്കാർ മോഷ്ടിക്കൊണ്ട് പോയെങ്കിൽ അതിൽ നിന്ന് എന്റെ പശുവിനെ വീണ്ടെടുത്ത് തരേണ്ടത് ന്യായാധിപന്മാരാണ്. അപ്പോ അങ്ങ് രക്ഷിക്കണം, എന്റെ പശുക്കളെ വീണ്ടെടുത്ത് തരണമെന്ന് പറഞ്ഞു. അർജുനൻ അത് സമ്മതിച്ചു. എന്നാൽ അർജുനന്റെ ആയുധപുരയിൽ ആ സമയത്ത് യുധിഷ്ഠിരനും പാഞ്ചാലിയുമായി കഴിയുകയാണ്. അപ്പൊ എങ്ങനെ അതിനകത്തേക്ക് പോകും? അതിനകത്തേക്ക് പോകാൻ പാടില്ല. എന്നാൽ ഈ ബ്രാഹ്മണനെ കൊള്ളക്കാര് കൊണ്ടുപോയ പശുവിനെ തിരിച്ചു കൊടുക്കുകയും വേണം. കൊള്ളക്കാർ ഒരുപാട് ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. ഏതായാലും ജനത്തിനോട് ചെയ്യേണ്ട കർത്തവ്യം കൃത്യമായി ചെയ്യണം. അപ്പൊ അതാണ് എനിക്കിപ്പൊ ധർമ്മം പരിപാലിക്കേണ്ടത് എന്ന് വിചാരിച്ച് അർജുനൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആയുധപ്പുരയിലേക്ക് കടക്കുകയും അവിടുന്ന് തൻ്റെ ആയുധങ്ങൾ എടുത്ത് ബ്രാഹ്മണനോടൊപ്പം കൊള്ളക്കാരുടെ പുറകെ പോവുകയും ചെയ്തു. അങ്ങനെ കൊള്ളക്കാരുടെ പുറകെ പോയി അവന്മാരെ തോപ്പിച്ച് ആ ബ്രാഹ്മണന് അയാളുടെ പശുക്കളെയൊക്കെ വീണ്ടെടുത്തു കൊടുത്തു. എന്നിട്ട് തിരിച്ചു കൊട്ടാരത്തിൽ വന്നതിന് ശേഷം യുധിഷ്ഠിരനോട് പറഞ്ഞു, അല്ലയോ ജ്യേഷ്ഠ, ഞാൻ 12 വർഷം വനവാസത്തിന് പോവുകയാണ്. അങ്ങയുടെ ശയ്യാഗ്രഹത്തിൽ ഏകാന്തതയിൽ കഴിഞ്ഞിരുന്നിടത്ത് ഞാൻ കടന്നു വന്നു. അത് നിയമലംഘനമാണ്. അതുകൊണ്ട് ഞാൻ പോവുകയാണ് വനവാസത്തിനെന്ന് പറഞ്ഞു. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, എന്റെ ഏകാന്തതയ്ക്ക് ഒട്ടും ഭംഗം വന്നില്ല. ഞാൻ അത് നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ നീ വനവാസത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അർജുനൻ പറഞ്ഞല്ല, അത് പറ്റത്തില്ല. നമ്മളെ വാക്ക് എപ്പോഴും വാക്കായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ നിയമം ലംഘിച്ചവനാണ്. ആ നിയമലംഘനം ശരിയല്ല. അതുകൊണ്ട് ഞാൻ വനവാസത്തിന് പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ വനവാസത്തിനായിട്ട് പോയി. അർജുനൻ 12 വർഷം വനവാസത്തിന് ഇറങ്ങി തിരിച്ചു. അർജുനനോടൊപ്പം വേദപണ്ഡിതന്മാരും ഭക്തന്മാരും ആത്മീയ ചിന്തകരും ത്യാഗികളും ബ്രാഹ്മണരും ഭിക്ഷാദേഹികളുമായിട്ട് കുറെ അനുയായികള്, അവരെല്ലാരും ഇങ്ങനെ പോയി. അത് അദ്ദേഹം താവളമാക്കുന്ന ഓരോ സ്ഥലത്തും രാത്രിയിൽ കഥാകഥനങ്ങളും എല്ലാം കേട്ട് അങ്ങനെ അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പല നാടുകൾ, പല നദീതീരങ്ങൾ, പുണ്യതീർത്ഥങ്ങൾ, സമുദ്ര തീരങ്ങൾ എല്ലാം കണ്ട് ഹരിദ്വാറിലെത്തിയപ്പോൾ അവിടെ വെച്ച് അവിടെ എല്ലാവരും അവിടെ കുറെ നാൾ താമസിച്ചു. ഒരു ദിവസം അർജുനൻ കുളിക്കാനായിട്ട് ഗംഗയിലെത്തി. സ്നാനം കഴിഞ്ഞ് തർപ്പണത്തിന് കരയിൽ കയറുന്ന സമയത്ത് കാമാസക്തയായ ഉലൂചി എന്ന നാഗകന്യക ജലാന്തർഭാഗത്തേക്ക് പാർത്ഥനെ വലിച്ചുകൊണ്ടങ്ങ് പോയി. അവിടെ യജ്ഞാഗ്നി അങ്ങനെ ജ്വലിച്ചു കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അർജുനൻ അതിൽ ഹോമം നടത്തി അഗ്നിദേവനെ പ്രസാദിപ്പിച്ചു. പിന്നീട് ഉലൂചിയോട് ചോദിച്ചു, നീ എന്തിനാണ് ഇത്ര സാഹസപ്പെട്ട് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അപ്പൊ ഉലൂചി പറഞ്ഞു, ഞാൻ ഐരാവത വംശത്തിൽപ്പെട്ട കൗരവ്യൻ എന്ന് പറയുന്ന നാഗത്തിന്റെ പുത്രിയായ ഉലൂചിയാണ്. ഞാൻ അങ്ങയെ പ്രണയിക്കുന്നു. അങ്ങല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. അങ്ങ് എന്നെ സ്വീകരിക്കണം. അങ്ങനെ ഉലൂചിയുടെ ആവശ്യം അർജുനൻ തള്ളിക്കളഞ്ഞോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമസ്കാരം.